ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2024 നമ്മളുടെ 5ാമത്തെ ചാപ്റ്ററായ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. അഥവാ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. The diagonal of a rectangle is 9 cm and it make an angle 49 degree with one side. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ. ഒരു ചതുരത്തിന്റെ വികരണത്തിന്റെ നീളം 9 സെന്റിമീറ്റർ. ഈ വികരണം ചതുരത്തിന്റെ ഒരു വശവുമായി ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് 49 ഡിഗ്രി. ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടെത്തുക. സൈനിന്റെ വാല്യൂവും കോസിന്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് സൈനും കോസും ആണ് വേണ്ടത്. നോക്കിയാൽ 49ന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണണം, ഹൈപ്പോട്ടനസ് തന്നിക്കണ്. അഡ്ജസന്റ് സൈഡ് കാണണം, ഹൈപ്പോട്ടനസ് തന്നിക്കണ്. അപ്പോൾ സൈനും കോസും ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സൈൻ 49 എടുത്തു. ഓപ്പോസിറ്റ് സൈഡ് ആരാ? RQ അല്ലെങ്കിൽ QR ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് PR. സൈൻ 49ന്റെ വാല്യൂ എത്രയാ? 0.75 ഈക്വൽ ടു RQ/9. ഈ ഹരിക്കാനുള്ള 9 ഇപ്പുറം വരുമ്പോൾ എന്താവും? ഗുണിക്കാനാവും. ദെൻ 75 × 9 ചെയ്യാം. 9×5 45, 5 ശിഷ്ടം 4 വരും. 9 63, 4 67. പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പറാണ്. അപ്പോൾ 6.75. RQ കിട്ടിയ എത്രയാ? 6.75. ഇനി അതേപോലെ തന്നെ PQ കാണണം. അതിന് കോസ് 49 എടുത്തു. അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം എന്ന് പറയുന്നത് PQ ആണ്. അപ്പോൾ PQ/PR. കോസ് 49 എത്രയാ? 0.66. PR 9 ആണ്. നേരത്തെ പോലെ തന്നെ ഈ 9 അങ്ങോട്ട് കൊണ്ട് അപ്പോൾ അത് ഗുണിക്കാനാവും. 66 × 9. 9 6 54, 4 ശിഷ്ടം 5 വരും. 9 6 54, 5 59. 2 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ 5.94. ഇപ്പം 2 സൈഡും കിട്ടിയില്ലേ? ഒരു സൈഡ് 6.75 ഒരു സൈഡ് 5.94. വശങ്ങളുടെ നീളങ്ങൾ കണ്ടെത്താനല്ലേ? റെക്ടാങ്കിൾ ആണ്, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് 6.75 ഒരു സൈഡ് 5.94. ഓക്കെ, ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം 6.75 5.94. ഇനി from a point on the ground at a distance of 100 meters away from a tower, the top of the tower is seen at an angle of elevation 45 degree. From the top of the tower, a car is seen on the opposite side of the tower at an angle of depression 65 degree. ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിന്ന് 100 മീറ്റർ അകലെയുള്ള ഒരു ബിന്ദുവിൽ നിന്നും ഗോപുരത്തിന്റെ മുകളറ്റം 45 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഗോപുരത്തിന്റെ മുകളിൽ നിന്നും നോക്കുമ്പോൾ അതിന്റെ മറുവശത്തുള്ള ഒരു കാർ 65 ഡിഗ്രി കീഴ്ക്കോണിൽ കണ്ടു. Draw a rough figure showing the details given in the question. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ക്വസ്റ്റ്യൻ 1 by 1 ആയിട്ട് ചെയ്യാം. റഫ് ഫിഗർ വരക്കണം. അപ്പോൾ ഒരു ടവർ 100 മീറ്റർ അവേ, 100 മീറ്റർ ദൂരെ നിന്നും ആ ടവറിൻ്റെ മുകളറ്റം കാണുന്നത്. ടവറിൽ നിന്നും 100 മീറ്റർ അകലെയുള്ള ഒരു പോയിന്റിൽ നിന്നും ആ ടവറിൻ്റെ ടോപ്പ് ഓഫ് ദ ടവർ കാണുന്നത് 45-ലാണ്. ഇനി ടവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കാർ ഉണ്ട്. ആ കാർ ടവറിൻ്റെ അവിടുന്ന് ഡിപ്രഷൻ, ആദ്യം സ്ട്രൈറ്റ് വ്യൂ കൊടുക്കണം. ഡിപ്രഷൻ ആംഗിൾ വരയ്ക്കുമ്പോൾ സ്ട്രൈറ്റ് വ്യൂ കൊടുക്കണം. അവിടുന്ന് നേരെ താഴോട്ട് ആ കാർ കാണുന്ന ആംഗിൾ ഇത് എത്രയാ? 65 ഡിഗ്രി. ഓക്കെ, മേലെന്ന് നമ്മൾ എപ്പോഴും ആംഗിൾ വരയ്ക്കുമ്പോൾ, ആംഗിളിൻ്റെ ലൈൻ വരയ്ക്കുമ്പോൾ ആദ്യം സ്ട്രൈറ്റ് വ്യൂ കൊടുക്കണം കേട്ടോ. നേരെയുള്ള നോട്ടം കൊടുക്കണം. നേരെയുള്ള നോട്ടവുമായിട്ടാണ് നമ്മളുടെ ആംഗിൾ 65 ഉണ്ടാക്കുന്നത്. ഒരിക്കലും ഇവിടെ 65 എഴുതി വെക്കരുത്, അത് തെറ്റാണ്. ഓക്കെ, സ്ട്രൈറ്റ് വ്യൂവുമായിട്ടാണ് ആംഗിൾ ഫോം ചെയ്യുക, നേരെയുള്ള നോട്ടം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏകദേശ ചിത്രമായി. ഇനി നമുക്ക് നമ്മളുടെ രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ഗോപുരത്തിൻ്റെ ഉയരം കാണാം. BD ആണ് ഗോപുരം. ഓക്കെ, ഗോപുരം ഈ ആംഗിൾ 90 ആണ്. ഇവിടെ 45 ആണ്. അപ്പോൾ ഇവിടെ എത്രയാവും? 45. അപ്പോൾ 180 ആയില്ലേ അല്ലേ? ഈ 45-ന് ഓപ്പോസിറ്റ് 100 ആണെന്നുണ്ടെങ്കിൽ ഈ 45-ന് ഓപ്പോസിറ്റ് എന്താണ്? 100. ഓക്കെ, ABD ഐസോസിലസ് ആണ്, സമപാർശ്വമാണ്. AB = BD = 100. ടവറിൻ്റെ ഹൈറ്റ് 100 മീറ്റർ. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ കാർ ഫ്രം ദ ടവർ? ഇവിടെ 100, ടവറിൽ നിന്നുള്ള ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, ഈ 2 ലൈനുകൾ പാരലൽ ആണ്. അപ്പോൾ ഇവിടെ 65 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 65 ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് സൈഡ് തന്നിക്കണ്, അഡ്ജസന്റ് സൈഡ് കാണണം. ടാൻ ഉപയോഗിച്ചാൽ മതി. BCD 25 എഴുതിക്കണം. 25 അല്ല, 65 ആണ് കേട്ടോ, മാറിപ്പോയതാണ്. ഇവിടെ 65 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 65 വരും. ടാൻ സി എന്താണ്? ടാൻ സി
ഇതാ ടാൻ സി ഈക്വൽ ടു ബി ഡി ബൈ ബി സി. അപ്പോൾ ടാൻ 65 ഈക്വൽ ടു ബി ഡി 100 100/BC. ടാൻ 65ൻ്റെ വാല്യൂ ഇവിടെ ഉണ്ടതാ 2.14. ഓക്കെ, അപ്പോൾ ഈ ബി സിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി ഹരിക്കാനുള്ളപ്പുറം വരുമ്പോൾ ഗുണിക്കാനാവും. അപ്പോൾ 2.14 × BC = 100 എന്നായി. അതിനെ ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് സംഭവിക്കും? 100/2.14 എന്ന് വരും. ഡിനോമിനേറ്ററിലാണ് പോയിന്റ് വരുന്നതെങ്കിൽ ആ പോയിന്റിനെ കളയണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പറാണ്? 2 നമ്പറാണ്. അപ്പോൾ മുകളിൽ ഒരു 2 0 ഇട്ട് കൊടുക്കുക, പോയിന്റ് താഴത്തു പോകും ചെയ്യും. ഓക്കെ, ഇനി ഒറ്റ 10 100 1000 10000 അല്ലേ? 10000നെ 214 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി അതെങ്ങനെ ഡിവൈഡ് ചെയ്യണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. 10000നെ 214 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നോക്കിയാൽ 1-ലില്ല, 10-ലില്ല, 100-ലില്ല, 1000-ൽ എത്ര ഉണ്ടെന്ന് നോക്കണം. 1000-ൽ ഒരു 5 എണ്ണം വരുമ്പോൾ നോക്കിയാൽ മതി. 5 എണ്ണം വരുമ്പോൾ 5 200 വരുമ്പോൾ 1000 214 ഉണ്ട്. അപ്പോൾ 5 എണ്ണം വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പം 4 എണ്ണം. ഓക്കെ, 4 16ക്ക് 6 ശിഷ്ടം ഗുണിക്കണം കേട്ടോ. 4 16ക്ക് 6 ഇഷ്ടം 1. ഒരു 4 4 1 5 വരും. ശിഷ്ടം ഉണ്ടാവില്ല. ഒരു 4 4 24 8 856 വരും. ഇവിടെ 10-ന്ന് 6 പോയാൽ 4, 9-ന്ന് 5 പോയാൽ 4, ഇവിടെ 9-ന്ന് 8 പോയാൽ 1, 6 4 10, 5 4 9 10ക്ക് 0 ഇഷ്ടം 3 8 9 10. ഇനി ഈ ഒരു 0-നെ ഇറക്കി എഴുതി. അപ്പോൾ 1440 ആയി. അപ്പോൾ 7 എണ്ണം വന്നു കഴിയുമ്പോൾ 1400 ആവും. 200 എടുക്കുമ്പോൾ കേട്ടോ. 7 200 1400 ആണ്. 14 എണ്ണം വരുമ്പോൾ എന്തായാലും 70ൻ്റെ മേലേക്കും പോവും. അപ്പോൾ 7 എണ്ണം വരില്ല. അപ്പോൾ 1470 ഒക്കെ വരും. അതവിടെ വരില്ല. അപ്പോൾ 7 എണ്ണം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. 6 എണ്ണം വരും. ഓക്കെ, 6 4 24ക്ക് 4 ശിഷ്ടം 2 വരും. 1 6 7 8. ദെൻ 1 6 6 12 മൈനസ് ചെയ്ത് 10-ന്ന് 4 പോയാൽ 4. ഇവിടെ 14 ആവും. 3 ആണുള്ളത്. 13-ന്ന് 8 പോയാൽ 5 വരും. ഇവിടെ ഇനി 13-ന്ന് അല്ല 3-ന്ന് 2 പോയാൽ 1 വരും. 154. 4 ഇവിടെ 4 അല്ല 6 കേട്ടോ. 6 4 10 8 1 9 5 14ക്ക് 4 ഇഷ്ടം 1 2 1 3 1 4 1. ഓക്കെ, 156 വരും. ഇനി താഴത്തേക്ക് ഇറക്കി ചെയ്താൽ നമ്പർ ഇല്ല. അപ്പോൾ ഒരു 0 ഇടുക, ഒരു പോയിന്റ് ഇടുക. 1500 ആണ് വരുന്നത്. അപ്പോൾ 7 എണ്ണം വരും. 1400ൻ്റെ മേലെ പോയില്ലേ അല്ലേ? അപ്പോൾ 7 4 28ക്ക് 8 ശിഷ്ടം 2 വരും. ഒരു 7 8 9 പിന്നെ ഒരു 7 14. ഓക്കെ, 10-ന്ന് 8 പോയാൽ 2 വരും. ഇവിടെ ഇനി 5 ആണ്. 5-ന്ന് 9 പോകില്ല. അപ്പോൾ 15-ന്ന് 9 പോയാൽ 6 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 8 2 10ക്ക് 0 ഇഷ്ടം 1 9 10 6 16ക്ക് 6 ഇഷ്ടം 1 4 5. ഓക്കെ, 62 വരും. ഇനി ഒരു 0 കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 200 200 4 2 3 എണ്ണം പോകില്ല. 3 എണ്ണം ആകുമ്പോഴത്തിന് 3 200 ആകുമ്പോൾ 600, 3 14 ആകുമ്പോൾ 20ൻ്റെ മേലെ പോകും. 2 എണ്ണം. അത് ഇനി എത്ര ആയിക്കോട്ടെ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ചുരുങ്ങിയത് ഒരു 2 നമ്പർ വരെയെങ്കിലും മതി നമുക്ക്. അപ്പോൾ 46.72. അപ്പോൾ കാറ് എത്ര മീറ്റർ അകലെയാണ്? 46.472 മീറ്റർ അകലെയാണ് ആരുള്ളത്? കാറുള്ളത്. ഡിസ്റ്റൻസ് ഓഫ് ദ കാർ ഫ്രം ദ ടവർ. ഗോപുരത്തിൽ നിന്ന് കാറിലേക്കുള്ള ദൂരം 46.72. ഈ 2 ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും. അപ്പോൾ മക്കളെ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാ ചാപ്റ്ററുകളും തീർക്കണം. എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. സമയം വേസ്റ്റ് ആക്കരുത്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.